സെറ്റ് എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് കാർഡിനൽ നമ്പർ ഓഫ് എ സെറ്റ്. കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണത്തെയാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് ഇസ് കാൾഡ് ഇറ്റ്സ് കാർഡിനൽ നമ്പർ. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റാണ്, അതിലെ എലമെൻറ്റുകളുടെ എണ്ണം. അതിന് നമ്മൾ എൻ ഓഫ് ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്യും. വായിക്കേണ്ട നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്ന് വായിക്കണം. എൻ ഓഫ് എ എന്ന് വായിച്ചാലും മതി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഓർക്കേണ്ടത് ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കാർഡിനൽ നമ്പർ ഡിഫൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ കാർഡിനൽ നമ്പർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനൈറ്റ് സെറ്റുകൾക്ക് മാത്രമാണ് കാർഡിനൽ നമ്പർ ഉള്ളത്. ഇനി എയും ബിയും രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെന്ന് കരുതുക. ഡിസ്ജോയിൻറ്റ് സെറ്റ് മീൻസ് കോമൺ എലമെൻ്റ് ഇല്ലാത്ത രണ്ട് സെറ്റുകൾ. എക്കും ബിക്കും കോമൺ ആയിട്ട് എലമെൻറ്റുകൾ ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റുകളുടെ സെറ്റാണ്. കോമൺ എലമെൻറ്റുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ ഒരു എലമെൻറ്റും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് സെറ്റാണ് എയും ബി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റുകളും കൂടി ചേരുന്നതാണ്. അപ്പോൾ എയിൽ എലമെൻറ്റുകളും എഴുതണം, ബിയിൽ എലമെൻറ്റുകളും എഴുതണം. നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എലമെൻറ്റുകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എഴുതേണ്ടതില്ല. പക്ഷേ ഇവിടെ എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. എയിലുള്ള ഒരു എലമെൻറ്റും ബിയിലില്ല, തിരിച്ചും ഇല്ല. കോമൺ എലമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എ എഴുതുമ്പോൾ ഒരു എലമെൻറ്റും ബിയിലുള്ളതുണ്ടാവില്ല. അപ്പോൾ രണ്ടും വ്യത്യസ്ത, ഒരു എലമെൻറ്റ് പോലും കോമൺ ഇല്ലാത്ത സെറ്റുകളായതുകൊണ്ട് തന്നെ എ യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം കാണാനായിട്ട് എയിലെ എലമെൻറ്റുകളുടെ നമ്പറും ബിയിലെ എലമെൻറ്റുകളുടെ നമ്പറും കൂടി ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് വരും. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ടാണ്, കോമൺ എലമെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. കോമൺ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എയിലെ എലമെൻറ്റ് എഴുതുമ്പോഴേക്കും അവിടെ ബിയിലെ കുറച്ച് എലമെൻറ്റുകൾ കൂടി കയറി വരും. കോമൺ ഉണ്ടെങ്കിൽ ആ കോമൺ എലമെൻറ്റുകളുടെ കയറി വരും. ദെൻ നമ്മൾ ബിയിൽ എഴുതുമ്പോൾ ബിയിൽ ബാക്കിയുള്ള എലമെൻറ്റുകൾ എഴുതിയാൽ മതി. അതുകൊണ്ട് എയിലെയും ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം കൂട്ടുമ്പോൾ അത് എ യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണത്തിന് തുല്യമാകില്ല. എപ്പോഴ് സെറ്റുകൾക്ക് കോമൺ എലമെൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ കോമൺ എലമെൻറ്റ് ഇല്ല, ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇത് ഈ രണ്ട് സെറ്റുകൾക്ക് മാത്രമല്ല. അപ്പോൾ 3 സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, എ ബി സി ഡിസ്ജോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഇങ്ങനെ എത്ര സെറ്റുകളായാലും അവ ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണെങ്കിൽ, കോമൺ എലമെൻറ്റ് ഇല്ലാത്ത സെറ്റുകളാണെങ്കിൽ അവയുടെ യൂണിയൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ അതിൽ ഓരോന്നിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് മറ്റൊരു ഫോർമുലയിലേക്ക് പോകാം. ആ ഫോർമുലയിലേക്ക് പോകാനായിട്ട് ഞാൻ ആദ്യം ഒരു ഡയഗ്രമാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഈ ഡയഗ്രാം റെക്റ്റാങ്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. എ എന്ന സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിൾ വരച്ചിട്ടുണ്ട്. ബി എന്ന സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ കോമൺ പാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കോമൺ പാർട്ടാണ്. എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ദറ്റ് മീൻസ് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്താണെന്ന് നിങ്ങൾക്കറിയാം. എ മൈനസ് ബി മീൻസ് എയിലുള്ളത് ബിയിലില്ലാത്തത്. അപ്പോൾ എ എന്ന സെറ്റ് എടുത്തിട്ട് അതിൽ ബിയിൽ വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതിനെ അങ്ങ് കളയുന്നു. ബാക്കി വരുന്നതാണ് എ മൈനസ് പി. ഈ എ മൈനസ് പിയെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. കാരണം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമാണ്. നമ്മൾ കോംപ്ലിമെൻറ്റ് പഠിച്ചല്ലോ. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിനകത്ത് ഇല്ലാത്തതാണ്, അതിലില്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതുമാണ്. അപ്പം ബിയിലില്ലാത്തത് എന്ന് പറയുമ്പോൾ അത് ബിയുടെ കോംപ്ലിമെൻറ്റിനകത്ത് ഉണ്ടാവും, അല്ലേ? ബിയിലില്ലാത്തതെന്ന് പറഞ്ഞാൽ അത് ബിയുടെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എയിലുണ്ട്, ബിയിലില്ല എന്ന് പറയുന്നതിന് പകരം ബി കോംപ്ലിമെൻറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എയിലുണ്ട്, ബി കോംപ്ലിമെൻറ്റിലുണ്ട് എന്ന് പറയാം. എയിലുമുണ്ട്, ബി കോംപ്ലിമെൻറ്റിലുമുണ്ട്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലുണ്ട്. അപ്പോൾ എ മൈനസ് ബിയെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നും വിളിക്കാം. രണ്ടും ഒന്നാണ്. അതുപോലെ ബി മൈനസ് എ ഒന്ന് ആലോചിച്ച് നോക്കുക. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്, എയിലില്ല എന്നാണ്. ദറ്റ് മീൻസ് ബിയിലുണ്ട്, എയിലില്ല എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റിലുണ്ട് എന്നാണ്. അപ്പോൾ ബിയിലുമുണ്ട്, എ കോംപ്ലിമെൻറ്റിലുമുണ്ട്. അതായത്
ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്നതിനെ വിളിക്കാം. ഇത് രണ്ടും ഓർത്തോളണം. എ മൈനസ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നും പറയാം. ബി മൈനസ് എയെ നമുക്ക് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്നും പറയാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡയഗ്രാം യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് എ മൈനസ് ബി ആണ്, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ബി മൈനസ് എ ആണ്, അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. നിങ്ങൾ ഈ 3 സെറ്റുകളൊന്ന് പരിശോധിക്കുക. എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും ഒന്ന് പരിശോധിക്കുക. അവ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. കോമൺ എലമെൻ്റ് ഇല്ല. എ മൈനസ് ബിയിലും എ ഇൻ്റർസെക്ഷൻ ബിയിലും ബി മൈനസ് എയിലും കോമൺ എലമെൻറ്റുകളൊന്നും ഇല്ല. ഇത് 3ഉം കൂടി ചേരുമ്പോൾ എന്താവും നോക്കിയേ. ഈ എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടെ ചേരുമ്പോൾ എയും ബിയും ഫുള്ളായി. അതല്ലേ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എയിലെയും ബിയിലുമുള്ള മൊത്തം ചേരുന്നതാണല്ലോ എ യൂണിയൻ ബി. അപ്പോൾ ഇവിടെ ഈ 3 ഡിസ്ജോയിൻ്റ് സെറ്റുകൾ, ഏതൊക്കെ 3 ഡിസ്ജോയിൻ്റ് സെറ്റുകളാണ്? എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടി ചേരുമ്പോൾ എ യൂണിയൻ ബി ആയി. ഇതൊക്കെ നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം കൂടി ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എയിൽ നിന്ന് എ എന്ന സെറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കിയാൽ, എ എന്ന സെറ്റ് ഈ സർക്കിളാണ്, അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഓറഞ്ച് കളർ കാണുന്ന ഭാഗത്തെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുക എ മൈനസ് ബി ആവും. അതുപോലെ ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്നത് ബി മൈനസ് എ ആയിരിക്കും. ബി എന്ന സർക്കിൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്നത് ബി മൈനസ് എ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക. എന്തൊക്കെയാണ്? 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ്. അതാണ് ഒന്നാമത് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത്, ഈ ഡിസ്ജോയിൻ്റ് സെറ്റുകളായ എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടെ ചേരുമ്പോൾ എ യൂണിയൻ ബി ആവുന്നു. അവസാനമായി പറഞ്ഞത്, എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന എ മൈനസ് ബി ആണെന്ന് പറഞ്ഞു. ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ കളഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ബി മൈനസ് എ ആണെന്നും പറഞ്ഞു. ഇതെല്ലാം വെൻ ഡയഗ്രാം ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വെൻ ഡയഗ്രത്തിൻ്റെ ഒരു മെച്ചം അതാണ്. വെൻ ഡയഗ്രാം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ കഴിയില്ല. വെൻ ഡയഗ്രാം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം അതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് ആലോചിക്കാം. നമ്മൾ എങ്ങനെ എ മൈനസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക. എ മൈനസ് ബി എന്ന് പറയുന്ന യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അതിലെ എലമെൻറ്റുകളുടെ എണ്ണം കാണണമെങ്കിൽ എയിലെ എലമെൻറ്റുകൾ എത്രയുണ്ടെന്ന് നോക്കാം. എയിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ പോരെ. കാരണം എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കുന്നതാണല്ലോ എ മൈനസ് ബി. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ എടുത്തിട്ട് അതിൽ നിന്ന് നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്താൽ നമുക്ക് പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ മൈനസ് ബി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഫോർമുല പറയാൻ പറ്റും. നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ മൈനസ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ ഇൻ്റർസെക്ഷൻ ബി. അതാണ് ആദ്യത്തെ ഫോർമുലയായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എ മൈനസ് ബി ഈക്വൽ ടു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എ മൈനസ് ബിയെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്നും എഴുതാം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതും എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊരു ഫോർമുലയായി പഠിക്കാനുള്ളതാണ്. എങ്കിൽ ബി മൈനസ് എയിലെ എലമെൻറ്റുകളുടെ എണ്ണം ഒന്ന് പറയാം. ഓക്കെ, ബി മൈനസ് എ എന്ന് പറയുന്നത് ബിയിൽ നിന്ന്, ബി മൈനസ് എ ബ്ലൂ കളറിൽ കാണുന്നതാണ്, ഓറഞ്ച് കളറിൽ കാണുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ബിയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബി മൈനസ് ആയിരിക്കും. ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാക്കുമല്ലോ. ബിയുടെ സർക്കിൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന എ ഇൻ്റർസെക്ഷൻ ബിയെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ബി മൈനസ് എ. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് എ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. അതാണ് അടുത്ത ഫോർമുല. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് എ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ ബി മൈനസ് എ തന്നെയാണ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം ഫോർമുല പഠിക്കുമ്പോൾ. കാരണം
ഒരിടത്ത് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും മറ്റൊരിടത്ത് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുമാണ്. രണ്ടാമത്തെ ടേമിൽ സംശയമൊന്നുമില്ല, രണ്ടിടത്തും മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന്. പക്ഷേ ആദ്യത്തെ ടേമിലാണ് ഒരു സംശയം, എൻ ഓഫ് എ ആണോ എൻ ഓഫ് ബി ആണോ. അത് നമ്മൾ കാണാപ്പാഠം പഠിച്ച് വയ്ക്കുമ്പോൾ ചില സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ ഡയഗ്രാം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചാൽ മതി. ഇത് എ ആണെന്നും ആ എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കുന്നതാണ് എ മൈനസ് ബി എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ ഇത് ബി ആണെന്നും അതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കുന്നതാണ് ബി മൈനസ് എ എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എൻ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഫോമുല രണ്ടും പഠിക്കാനുള്ള ഫോമുലയാണ്. പക്ഷെ പഠിക്കുന്നത് വെറുതെ കാണാപ്പാഠം പഠിക്കുകയല്ല, ഇത് മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം എക്സാമിന് ഇത് എങ്ങനെ കിട്ടിയെന്നൊന്നും എഴുതാനൊന്നും ചോദിക്കാറില്ല, അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ആ രീതിയിൽ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമുല നമുക്ക് മറക്കില്ല. വെറുതെ കാണാപ്പാഠം പഠിച്ച ഫോമുല മറക്കാം. എൻ ഓഫ് എ മൈനസ് ബി എന്ന് എഴുതുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണോ അത് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഈ ഡയഗ്രാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കേണ്ടത്. അത് ഇവിടെ നിന്നല്ല, മാത്തമാറ്റിക്സിൽ ഏത് കാര്യം പഠിക്കുമ്പോഴും എന്തുകൊണ്ട്, എങ്ങനെ വന്നു, അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി പഠിച്ചു പോകണം. നമ്മളൊരു ഫോമുല പഠിക്കുമ്പോൾ വെറുതെ ഫോമുല കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, എങ്ങനെ അത് വന്നോ എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ അത് എളുപ്പമായിരിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് വളരെ രസകരമായ ഒരു സബ്ജക്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് ഞാൻ പറയുന്നത് എ യൂണിയൻ ബി എന്താണ് എന്ന് നമുക്കറിയാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും മൊത്തം ചേരുന്നത് എന്ന് പറയുമ്പോൾ ഈ യെല്ലോ കളറും ഓറഞ്ച് കളറും ബ്ലൂ കളറും എല്ലാം കൂടെ ചേരുന്നതാണ് എ യൂണിയൻ ബി. പക്ഷെ അത് ഇവിടെ പരിശോധിച്ചാൽ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള 3 സെറ്റുകൾ ഏതൊക്കെയാ? ഒന്ന് എ മൈനസ് ബി, മറ്റൊന്ന് എ ഇൻ്റർസെക്ഷൻ ബി, മറ്റൊന്ന് ബി മൈനസ് എ. 3 ഡിസ്ജോയിൻ്റ് സെറ്റുകൾ ചേരുമ്പോഴാണ് എ യൂണിയൻ ബി ആകുന്നത് എന്ന് ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം എങ്ങനെ എടുക്കാം? എ മൈനസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം പ്ലസ് ബി മൈനസ് എയിലെ എലമെൻറ്റുകളുടെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയാൽ മതി. കാരണം എലമെൻറ്റുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. എ മൈനസ് ബിയും ബി ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും ഡിസ്ജോയിൻ്റ് ആണ്, കോമൺ എലമെൻറ്റുകളില്ല. അപ്പോൾ ഇവിടുത്തെ എലമെൻ്റ് ഒന്നും ഇവിടെ ഇല്ല, മറ്റെടുത്തും ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളൊന്നും എ മൈനസ് ബിയിലും ബി മൈനസ് എയിലും ഇല്ല. ബി മൈനസ് എയിലെ എലമെൻറ്റുകളൊന്നും മറ്റ് രണ്ടിടത്തിലും ഇല്ല, എല്ലാം ഡിസ്ജോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് എ മൈനസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണവും എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണവും ബി മൈനസ് എയിലെ എലമെൻറ്റുകളുടെ എണ്ണം കൂടെ കൂട്ടിയാൽ എ യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണമാകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. അതിൻ്റെ റീസൺ ഇത് 3 ഡിസ്ജോയിൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് അടുത്തത് എഴുതുന്നത്. നോക്കുക, കണ്ട, ഇതാണ് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. എൻ്റെ റീസൺ പറഞ്ഞു, എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ 3ഉം ഡിസ്ജോയിൻ്റ് ആണ്. 3ഉം കൂടി ചേരുമ്പോൾ എ യൂണിയൻ ബി ആകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എഴുതിയത്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഈ എൻ ഓഫ് എ മൈനസ് ബിക്ക് നമ്മൾ ഈ പഠിച്ച ഈ ഫോമുല എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം. പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അതുപോലെ എഴുതി, മാറ്റമൊന്നും വരുത്തിയില്ല. എൻ ഓഫ് ബി മൈനസ് എക്ക് പകരം നമ്മളിവിടെ പഠിച്ച എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അപ്പോൾ എന്ത് പറ്റും നോക്കൂ, ഈ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ക്യാൻസലായി പോകുന്നു. ദെൻ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടും. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടി. അപ്പോൾ നമുക്കൊരു പുതിയ ഫോമുല കിട്ടിയിരിക്കുന്നു. n of a union b equal to n of a plus n of b minus n of a intersection b. യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എയിലെ എലമെൻറ്റുകളുടെ എണ്ണം പ്ലസ് ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം എന്നാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസ്ജോയിൻ്റ് ആയിരുന്നെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം കണ്ടതാണ്. ഡിസ്ജോയിൻ്റ് അല്ലാത്തപ്പോഴാണ് ഈ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കൂടി വരുന്നത്. ഡിസ്ജോയിൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ എലമെൻ്റ് ഉണ്ടാവില്ല എന്നാ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റായി മാറും. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എലമെൻറ്റിൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി 0 ആയി പോകും. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം 0 ആയി പോകുമ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായി കാണും. ഈ ഒരു ഫോമിൽ നമുക്ക് വെൻ ഡയഗ്രാം മനസ്സിൽ വെച്ചുകൊണ്ട് ഓർക്കാം. എയിലെ എലമെൻറ്റുകളുടെ എണ്ണം കൂട്ടവും ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം കൂടെ കൂട്ടുമ്പോൾ
എയിൽ എലമെൻറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റുകളുടെ എണ്ണം വരും. ബിയിൽ എലമെൻറ്റുകളുടെ എണ്ണം എടുക്കുമ്പോഴും എ ഇൻ്റർസെക്ഷൻ ബി എലമെൻറ്റുകളുടെ എണ്ണം വരും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റുകളുടെ എണ്ണം 2 പ്രാവശ്യം കൂട്ടും. 2 പ്രാവശ്യം കൂട്ടുണ്ടായില്ലല്ലോ, ഒറ്റ പ്രാവശ്യം കൂട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു, അത്രയും മൈനസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ ഈ ഫോമുല ഓർത്തിരിക്കാൻ പറ്റും. എന്തായാലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എക്സാമിന് സാധാരണഗതിയിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറില്ല നിങ്ങൾ ഒരിക്കലും ചോദിക്കത്തില്ല എന്നർത്ഥമൊന്നുമില്ല. സാധാരണ ഇതുവരെയും ചോദിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അത് അർത്ഥബോധത്തോടുകൂടി പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ തിയറത്തിനൊരു പേരുണ്ട്. ഈ തിയറത്തെ അറിയപ്പെടുന്നത് അഡീഷൻ തിയറം എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. അഡീഷൻ തിയറം എന്നാണ് ഈ തിയറത്തെ അറിയപ്പെടുന്നത്. നമ്മൾ ഈ വർഷം അവസാനം ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ കുറച്ച് ഐഡിയ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഈ ഫോമുലയോട് സാമ്യമുള്ള ഒരു ഫോമുല, ഈ ഫോമുല അല്ല പക്ഷെ അതിനോട് സാമ്യം തോന്നുന്ന ഒരു ഫോമുല ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാറുണ്ട്. അവിടെയും അതിനെയും അഡീഷൻ തിയറം എന്ന് തന്നെ പേരാണ് വിളിക്കുന്നത്. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പം ഇപ്പം 2 സെറ്റ് വെച്ചാൽ പറഞ്ഞ ഇനി 3 സെറ്റ് ആയാൽ എന്ത് സംഭവിക്കും? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഈ എയും ബിയും സിയും ഒക്കെ സെറ്റുകളാണ്. അപ്പോൾ എ യൂണിയൻ ബിയും യൂണിയൻ സിയും ഒക്കെ സെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ എ ഒരു സിംഗിൾ സെറ്റായിട്ട് കണക്കാക്കിയിട്ട് എ ഒരു സെറ്റാണ്. ഓക്കെ, ഈ ബിയും സിയും 2 സെറ്റുകളാണ്. ദെൻ ബി യൂണിയൻ സി എന്ന് പറയുന്നൊരു സെറ്റ്, അതിനെ ഒന്നായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് അതിനൊന്ന് ബ്രാക്കറ്റിലിടുന്നു. അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ 2 സെറ്റുകളൊന്ന് ബ്രാക്കറ്റിൽ കാണിക്കുന്നു. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബ്രാക്കറ്റിനകത്ത് ബി യൂണിയൻ സി. അത് ചെയ്തെന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എന്താണ്, എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എന്താ അതിൻ്റെ അർത്ഥം? 2 സെറ്റുകളുടെ യൂണിയൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് എന്താണ്, ആ 2 സെറ്റുകളുടെ ഇൻ്റർസെക്ഷനിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇതല്ലേ ഫസ്റ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് സെക്കൻഡ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇൻ്റർസെക്ഷനിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അത് വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒന്ന് പറയാം. ഫസ്റ്റ് സെറ്റായിട്ട് നമുക്ക് എ എടുക്കാം. അപ്പോൾ എൻ ഓഫ് എ പ്ലസ് സെക്കൻഡ് സെറ്റായിട്ട് നമുക്ക് ബി യൂണിയൻ സി എടുക്കാം. അപ്പോൾ എൻ ഓഫ് ബി യൂണിയൻ സി മൈനസ് ഇനി എന്താണ്, ആദ്യത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, ഏതിൻ്റെ രണ്ടിൻ്റെയോ, ഈ എയുടെയും ബി യൂണിയൻ സിയുടെയും, അത് അതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ. ദറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബ്രാക്കറ്റിനകത്ത് ബി യൂണിയൻ സി, അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇങ്ങനെ എഴുതാമല്ലോ, എൻ ഓഫ് എ എൻ ഓഫ് ഫസ്റ്റ് സെറ്റ് പ്ലസ് എൻ ഓഫ് സെക്കൻഡ് സെറ്റ്. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബി യൂണിയൻ സിയെ ഒരു സെറ്റായി കണക്കാക്കിയത്, ഒരു സെറ്റാണത്. ബി സിയുടെ യൂണിയൻ എടുക്കുമ്പോൾ ഒരു സെറ്റ് നമുക്ക് കിട്ടും, ഒന്നായി കണക്കാക്കും. അതിൻ്റെ 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് അതിന് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിയിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് എൻ ഓഫ് എ പ്ലസ് ആ എൻ ഓഫ് ബി യൂണിയൻ സിയെ നമുക്ക് ഇപ്പോൾ പഠിച്ച ഫോമുല അനുസരിച്ച് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി യൂണിയൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. അത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി യൂണിയൻ സിയെ നമുക്ക് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി തൊട്ട് മുമ്പുള്ള ഫോമിൽ ഉപയോഗിച്ചതാണ്. എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഫോമിൽ ഉപയോഗിച്ചാണ് ഈ 3 ടേംസ് നമ്മൾ എഴുതിയത്. മൈനസ് എൻ ഓഫ്, ഇവിടെ നോക്കുക, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. നമ്മൾ ആദ്യം യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ പഠിച്ച ശേഷം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരെണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സിയെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതാം. ഞാനത് അന്ന് പറഞ്ഞു തന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അത് നമ്മൾ എന്തുപോലെ ആലോചിക്കുക, നമ്മൾ സാധാരണ നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് എന്നാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇസഡ് എന്ന് എഴുതത്തില്ലേ, അതുപോലെയാണ്. അതല്ല, അതുപോലെ മനസ്സിലാലോചിച്ചാൽ മതി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അങ്ങനെ ഇതിനെ അങ്ങോട്ട് മാറ്റി.
ബാക്കി ഈ ടേമിനൊന്നും ഒരു മാറ്റം വരത്തില്ല. എൻ ഓഫ് എ അതുപോലെ എഴുതി, എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എഴുതി. ഈ ടേമിനെ എങ്ങനെ മാറ്റി? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. വീണ്ടും ശ്രദ്ധിക്കുക, ആദ്യത്തെ 4 ടേമുകൾക്ക് യാതൊരു മാറ്റമില്ല. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ്. ഇനി ഇവിടെയാണ് സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ നടത്താൻ പോകുന്നത്. എന്താ ഇവിടെ കാണുക? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്കൊരു സെറ്റായിട്ട് കണക്കാക്കാം, എ ഇൻ്റർസെക്ഷൻ സിയെ മറ്റൊരു സെറ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റും എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഒരു സെറ്റും തമ്മിലുള്ള യൂണിയൻ അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. നമ്മൾ കണ്ടതാണല്ലോ, 2 സെറ്റുകളുടെ യൂണിയൻ വന്നാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഫോർമുല കണ്ടതല്ലേ? എങ്ങനെയാ? ആദ്യത്തെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അങ്ങനെയല്ലേ വരിക? അപ്പോൾ എങ്ങനെ എഴുതാം? മൈനസ് ഒരു ബ്രാക്കറ്റ് ഇടണം, കാരണം ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ടേമുകൾക്കെല്ലാം ഈ മൈനസ് സൈൻ ബാധകമാണ്. മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റ് കണ്ടുകൊണ്ട് സെറ്റാണെന്നൊന്നും ധരിക്കേണ്ട, സെറ്റല്ല. ഇവിടെ കുറേ ബ്രാക്കറ്റ് വരുന്നത് കൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് ഉള്ളൂ. എങ്ങനെയാവും? ഫസ്റ്റ് എങ്ങനെയാ? മൈനസ് ഓഫ് ആദ്യം വരേണ്ടത് എന്താ? ഫസ്റ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്, അതായത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതാണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനിലെ നമ്പർ ഓഫ് എലമെൻറ്റ്, അതാണ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. ഇങ്ങനെ എഴുതി. അപ്പോൾ യൂണിയനാണ് ആദ്യത്തെ 4 എലമെൻറ്റുകൾ അതുപോലെ എഴുതി. എ ഇൻ്റർസെക്ഷൻ ബിയുടെയും എ ഇൻ്റർസെക്ഷൻ സിയുടെയും യൂണിയൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണുകയാണ്. അതിന് 2 സെറ്റുകളുടെ യൂണിയൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ ആദ്യത്തേതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതാണ് ആദ്യത്തേതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് രണ്ടാമത്തേതിൻ്റെയാണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ, അതാണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. ഇനി ഈ ബ്രാക്കറ്റ് കൊണ്ട് മാറ്റുമ്പോൾ ഇവിടെ മൈനസ് ആവും. ഇവിടെയും ഈ മൈനസ് സൈൻ ഈ എഴുതിയ 3 ടേമുകൾക്കും ബാധകമാണല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് ആവും, ഇവിടെ മൈനസ് ആവും, ഇവിടെ പ്ലസ് ആവും. ആദ്യത്തെ 4 ടേമുകൾ യാതൊരു മാറ്റവും ഇല്ലാതെ എഴുതി. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഈ ബ്രാക്കറ്റ് മാറ്റുന്നു. മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി, ഇവിടെ പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. ഇനി വേറൊന്നുമില്ല. ആദ്യത്തെ 3, 4, 5, 6 ടേമുകൾക്ക് ഒരു മാറ്റമില്ല. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ്. ഇവിടെയാണ് ഒരു ചെറിയ മാറ്റം. എന്തായി കാണുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ, എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലും സിയിലും കോമൺ. വീണ്ടും ഇൻ്റർസെക്ഷൻ ആണ്. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബിയിലും എ ഇൻ്റർസെക്ഷൻ സിയിലും കോമൺ. ഒന്ന് ചിന്തിച്ച് നോക്കുക. എയിലും ബിയിലും കോമൺ, എയിലും സിയിലും കോമൺ, അതിൻ്റെ രണ്ടിലും കോമൺ, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയിലും എ ഇൻ്റർസെക്ഷൻ സിയിലും കോമൺ എന്ന് പറയുന്നതിന് പകരം ശരിക്കും എയുടെയും ബിയുടെയും സിയുടെയും കോമൺ എന്ന് പറഞ്ഞാൽ പോരെ. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ അത്, കാരണം വീണ്ടും എയ്ക്ക് ഒരു ഇൻ്റർസെക്ഷൻ വീണ്ടും ഒരു ഇൻ്റർസെക്ഷൻ എ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അടുത്തൊരു തിയറമാണ്, അഡിഷൻ തിയറം തന്നെയാണ്, പക്ഷേ 3 സബ്സെറ്റുകൾ വരുമ്പോഴാണെന്നേ ഉള്ളൂ. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു, ആ ഫോമുല ഓർത്തോളണം. എങ്ങനെ ഓർക്കാം? എൻ ഓഫ് എ ഫസ്റ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് എൻ ഓഫ് ബി സെക്കൻഡ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് എൻ ഓഫ് സി തേർഡ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ദെൻ ഇനി മൈനസ് ആണ്. മൈനസ് എന്തൊക്കെ? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ദാറ്റ് മീൻസ് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. ദെൻ മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഇൻ്റർസെക്ഷൻ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെയും ഇൻ്റർസെക്ഷൻ. ആ 3 ഇൻ്റർസെക്ഷനിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. ഏതൊക്കെയാണ്? എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ സിയും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, സെക്കൻഡ് ആൻഡ് തേർഡ്, ദെൻ ഫസ്റ്റ് ആൻഡ് തേർഡ്, ഈ 3 നമ്പർ ഓഫ് എലമെൻറ്റ്സും മൈനസ് ചെയ്തു. ദെൻ പ്ലസ് 3ൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അത് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ആ ഫോമുല വരിക. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി
പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് 3 സെറ്റുകളുടെ യൂണിയൻ വരുമ്പോഴുള്ള അഡീഷൻ തിയറം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ഡിസ്ജോയിൻ്റ് ആയിരുന്നെങ്കിൽ, കോമൺ എലമെൻറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ, എ ബി സിക്ക് കോമൺ എലമെൻറ്റ് ഇല്ലാത്ത സെറ്റ് ആയിരുന്നെങ്കിൽ സംഭവിക്കാൻ പോവുക എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയി പോകും. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ് 0 ആവും. ബി ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ് ആവും, അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ് 0 ആവും. എ ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ് ആവും, നമ്പർ ഓഫ് എലമെൻറ്റ് 0 ആവും. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റ് ആവും, അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ് 0 ആവും. അപ്പോൾ ശരിക്കും എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി എന്ന് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ എപ്പോൾ ഇത് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ. അപ്പോൾ ഈ 2 തിയറങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു കാര്യം കൂടി, അടുത്തൊരു ഫോർമുലയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ ഡയഗ്രം കാണുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് അതിനെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റ് സർക്കിളാണ്, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എ ആണ്. നമ്മൾ എ കോംപ്ലിമെൻ്റ് പഠിച്ചു. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത് എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളത്. എയിൽ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എ എന്ന സർക്കിളിൻ്റെ പുറത്ത്, പക്ഷേ യുവിലുള്ളത് മീൻസ് ആ യു എന്ന റെക്റ്റാങ്കിളിൻ്റെ അകത്ത്, എക്ക് വെളിയിൽ യുവിനകത്ത്, ദാറ്റ് മീൻസ് ആ സർക്കിളിന് വെളിയിൽ ആ റെക്റ്റാങ്കിളിനകത്ത്. അതാണ് എ കോംപ്ലിമെൻ്റ്. അതിനെയാണ് നമ്മൾ ആ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഒരു കോമൺ സെൻസ് തന്നെ വെച്ച് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. യുവിൽ നിന്ന് എ ഒഴിവാക്കുന്നതല്ലേ എ കോംപ്ലിമെൻ്റ്? അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എയിൽ ഇല്ലാത്ത എലമെൻറ്റുകളാണ് എ കോംപ്ലിമെൻ്റ് വരുന്നത്. എയിൽ ഇല്ലാത്തത് പക്ഷേ യുവിലുള്ളതുമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ എ കോംപ്ലിമെൻ്റ് എലമെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കും? നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. യുവിലെ എലമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് എയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി, അല്ലേ? പോരെ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യു മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ, അതായിരിക്കും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കോംപ്ലിമെൻ്റ്. അപ്പോൾ അടുത്ത ഫോർമുല കിട്ടി. എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. ഈ എ കോംപ്ലിമെൻ്റ് ഞാൻ പറഞ്ഞിരുന്നു, മറ്റൊരു സിമ്പിൾ കൂടിയുണ്ട്. എ എന്ന് എഴുതി മുകളിൽ സി എഴുതും. എ റൈസ് ടു സി എന്നൊന്നും വായിക്കാതെ എ കോംപ്ലിമെൻ്റ് എന്ന് വായിക്കാവും. മറ്റൊരു സിമ്പിൾ കൂടി ഉപയോഗിക്കാറുണ്ട്. എ എഴുതി മുകളിൽ ചെറിയൊരു വര കൊടുക്കും, എ ബാർ എന്ന് എഴുതുന്ന. നിങ്ങൾ അരിത്തമെറ്റിക് മീനൊക്കെ പഠിച്ചപ്പോൾ കണ്ടാണ് എക്സ് ബാർ. അങ്ങനത്തെ ഒരു സിമ്പിളും കോംപ്ലിമെൻറ്റിന് ഉപയോഗിക്കാറുണ്ട്. 3 ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ എ സി ഇട്ടും ചോദിച്ചേക്കാം. അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. അപ്പോൾ ഫോർമുല ഇതാണ്. എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. ഈ ഫോർമുലയും വെറുതെ കാണാപ്പാടം പഠിക്കുകയല്ല, കാര്യം മനസ്സിലാക്കി പഠിക്കണം. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് എ ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് യുവിൽ എലമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് എയിൽ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ എ കോംപ്ലിമെൻ്റൽ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടും എന്ന് ഓർത്ത് വയ്ക്കാവുന്ന കാര്യമാണ്, അല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ എലമെൻ്റ് എണ്ണത്തിൽ നിന്ന് ആ സെറ്റിൽ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റൽ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടും. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റുകളാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാം, കാരണം ഇതെല്ലാം നമുക്കിനി ആവശ്യം വരുന്നതാണ്. ഒന്നാമത്തെ ഫോർമുല, ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇത് 3 സെറ്റിൻ്റെ കേസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എ യൂണിയൻ ബി യൂണിയൻ സി എന്നാണെങ്കിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി എന്ന് വരും. എന്നാൽ ഡിസ്ജോയിൻ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഡിസ്ജോയിൻ്റ് അല്ല എങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മൂന്നാമത്തത് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ലാസ്റ്റ് പ്ലസ് ആണെന്ന് ഓർമ്മ വേണേ. നാലാമത്തത് എൻ ഓഫ് എ മൈനസ് ബി അല്ലെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്, രണ്ടും ഒന്ന് തന്നെ. എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും സെയിം ആണ്. ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ എൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു, അത് എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്, നേരത്തെ പറഞ്ഞതാ. എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ 2 ഫോർമുലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഫോർമുല വെറുതെ കാണാപ്പാടം പഠിക്കല്ല, ആ ഡയഗ്രം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും. ആറാമത്തെ ഫോർമുലയാണ് എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. അതായത് ഒരു കോംപ്ലിമെൻ്റൽ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടാൻ ആ സെറ്റിലെ എലമെൻറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റിൽ എലമെൻറ്റിൻ്റെ എണ്ണത്തിൽ നിന്ന് ആ സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്യുക എന്നർത്ഥം. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നോക്കി ക്ലാസ് അവസാനിപ്പിക്കാം. എൻ ഓഫ് യു ഈസിക്കൽ 8, എൻ ഓഫ് എ ഈസിക്കൽ 50, എൻ ഓഫ് ബി ഈസിക്കൽ 40, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസിക്കൽ 20. ഫൈൻഡ് എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് എൻ ഓഫ് എ മൈനസ് ബി. എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് അത് തന്നെയാണ് എൻ ഓഫ് ബി മൈനസ് എ. എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമുക്ക് നോക്കാം, എളുപ്പമാണ്.
എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഫോമിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. വാല്യൂസ് എല്ലാം ഉണ്ട്. എൻ ഓഫ് എ 50, എൻ ഓഫ് ബി 40, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 70. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ടാമത്തത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതിൻ്റെയും ഫോമിൽ നമ്മൾ പഠിച്ചതാണ്. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അറിയാമല്ലോ, എൻ ഓഫ് എ എന്ന് പറയുന്നത് 50 ആണ്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 20 ആണ്. അപ്പോൾ 50 മൈനസ് 20 = 30. അടുത്ത എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. അതിൻ്റെ ഫോമിൽ നമ്മൾ പഠിച്ചതാണ്. എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് = എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അവിടെയും വാല്യൂ കൊടുത്തു. 40 മൈനസ് 20 = 20. അടുത്തതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. അവിടെ നമ്മളൊരു ഡി മോർഗൻസ് ലോ എന്നൊരു ലോ പഠിച്ചിട്ടുണ്ട്. ആ ലോ ഇതാണ്: എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് = എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ എൻ ഓഫ് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് = എൻ ഓഫ് എന്തെഴുതാം? എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യം, കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബിലിറ്റി കിട്ടാൻ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് ആ സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക. അതിൽ നിന്ന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് അല്ലേ, അതിൻ്റെ നമ്പർ അല്ലേ അറിയണ്ടേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എലമെൻറ്റുകളിനകത്ത് നിന്ന് എ യൂണിയൻ ബിയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്യാം. അപ്പോൾ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എൻ ഓഫ് യു ക്വസ്റ്റ്യനിൽ 80 തന്നിട്ടുണ്ട്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. 80 മൈനസ് 20 = 60. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ത് വരും? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ എന്ന് വരും. എൻ ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ബി. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ നോട്ടിൽ നിങ്ങൾക്ക് അതും കൂടെ എഴുതി ചേർത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ഫോമുലകളാണ് ഇത് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഇതുപയോഗിച്ചുകൊണ്ട് ഈ ഫോമുലകളുടെ സഹായത്തോടു കൂടി ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ചില പ്രത്യേക പ്രോബ്ലംസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും. അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.